എന്നാലേ ഒരു കാര്യം ചെയ്യും, നമുക്ക് രണ്ടുപേർക്കും ഇനി മരണത്തെക്കുറിച്ചൊന്നും പറയണ്ട, കേട്ടല്ലോ? എന്നാ പിന്നെ നമുക്ക് കിടന്നാലോ? വാ. ചേച്ചി, ചേച്ചി, വാതിൽ തുറക്ക് ചേച്ചി. ചേച്ചി, ചേച്ചി, വാതിൽ തുറക്ക് ചേച്ചി, വാതിൽ തുറക്ക്. തുറക്ക് ചേച്ചി, ചേച്ചി, തുറക്ക് ചേച്ചി. ഇവിടെ ഞാൻ നോക്കാം. എന്താ മോളെ? ചേച്ചി, എനിക്ക് ഒറ്റയ്ക്ക് കിടന്നിട്ട് പേടിയാവുന്നു ചേച്ചി. ചേച്ചി എന്റെ കൂടെ കിടക്കോ? അല്ലെങ്കിൽ വേണ്ട, ഞാൻ ഈ മുറി കിടക്കാം. ഈ മുറിയിലേക്ക് കയറി നിന്റെ കാല് ഞാൻ വിട്ടു. പിന്നെ പാതിരാത്രിയെ പോലും സ്വസ്ഥരില്ല എന്ന് പറഞ്ഞാ എവിടെയെങ്കിലും പോയി കിടന്ന് ഉറങ്ങിക്കൂടെ? ചേച്ചി, എനിക്ക് പേടിയായിട്ടല്ലേ. ഈ ചേട്ടനോട് എന്നെ ചീത്ത പറയല്ലെന്ന് പറ. ഞാന് കണ്ണടയ്ക്കുമ്പോ പ്രേതത്തിനെയും ഭൂതത്തിനെയും ഒക്കെ കാണുക. അതെ, നീ കാണുന്ന പ്രേതം ഭൂതമൊന്നും നിന്നെ ഇത്ര കുഴപ്പക്കാരല്ലോ. മര്യാദക്ക് പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക്. പറയുന്നതെല്ലാം അനുസരിക്കാൻ നിന്നാലേ നമ്മുടെ ജീവിതം അവൾ ഇല്ലാതാക്കും. അത് പറഞ്ഞ് എറിവ് കയറ്റി കൊടുക്കാൻ കുറെ നോൺ ഇവിടെ ഉണ്ട് താനും. ചേച്ചി വാ, നമുക്ക് യാത്ര പോവാം. എടോ, എന്താണ് ഈ കാണിക്കുന്നത്? അകത്തും പുറത്തും സ്വസ്ഥ വരില്ലെന്ന് പറഞ്ഞാ മോളിങ്ങോട്ട് ഇറങ്ങി. ഞാൻ ഇറങ്ങൂല, എനിക്ക് വണ്ടി ഓടിക്കണം. ചേച്ചിയും ചേട്ടനും ഈ വണ്ടി കയറിക്കോ, ഞാൻ കൊണ്ടാക്കി തരാം. മോളെ ഇങ്ങോട്ട് ഇറങ്ങാനാ പറഞ്ഞു. അങ്ങനെ പറഞ്ഞാലൊന്നും അവൾ ഇറങ്ങാൻ പോകുന്നില്ല. പിടിച്ച് വലിച്ചു പുറത്താക്കാൻ വേണ്ടത്. കണ്ടോ ചേച്ചി, ഈ ചേട്ടൻ എപ്പോഴും എന്തിനാ എന്നോട് ദേഷ്യപ്പെടുന്ന? എനിക്ക് വണ്ടി ഓടിക്കാൻ കൊതിയായിട്ടല്ലേ. പ്രിയേ, നിന്നോട് ഇറങ്ങാനാ പറഞ്ഞേ. ഇറങ്ങിക്കേ, ഇറങ്ങാൻ. ആ ചേട്ടൻ ദേഷ്യപ്പെടുന്ന കണ്ടിട്ട് ചേച്ചി എന്നോട് ദേഷ്യപ്പെട്ടു. ചേച്ചിക്ക് എന്നോട് ഇഷ്ടമല്ല. എന്നാ ശരി, ആ ചേട്ടനോട് വണ്ടി ഓടിക്കാൻ പറ. നമുക്ക് രണ്ടുപേർക്കും പുറകിലിരിക്കാം. അപ്പൊ നമുക്ക് കാഴ്ചകളൊക്കെ കാണാലോ. കാഴ്ച കാണാനോ ഒക്കെ നിനക്ക് ഞാൻ കാണിച്ചു തരാടി. എന്തൊരു ഗതികേടാണെന്ന് നോക്കി. ഇവൾ ഇതിനകത്ത് തന്നെ ഇരുന്നോട്ടെ. താ വന്നേ, നമുക്ക് നടന്നിട്ട് വരാം. എന്തിനാ ചേട്ടൻ നടക്കുന്നേ? വന്ന് വണ്ടി കയറിക്കോ, വണ്ടി ഞാൻ കൊണ്ടാക്കാം. എന്നെ കൊണ്ടൊന്ന് പറ. മോളെ, മുത്തശ്ശി, അച്ഛനും അമ്മയും മുത്തശ്ശിയോട് വഴക്കുണ്ടാക്കിയോ? എടി, അവര് വഴക്കുണ്ടാക്കിയാൽ എനിക്കെന്താ? എടി, എന്റെ നാവിന്റെ ഒപ്പം നിന്റെ അച്ഛന്റെ അമ്മയുടെ നാവ് പൊന്തില്ല. ഇടയ്ക്ക് ഓരോന്നും വരുന്നുണ്ട്. പക്ഷേ എന്റെ ഒച്ച പൊന്തിയെന്ന് കണ്ട നിർത്തും. അല്ലെങ്കിലേ ഞാൻ നാട്ടുകാരെ വിളിച്ചുകൂട്ടി നാറ്റിക്കുമെന്ന് രണ്ടെണ്ണത്തിനും അറിയാം. അതവിടെ നിക്കട്ടെ, അവിടെ എങ്ങനെയുണ്ട്? സത്യം പറഞ്ഞ എന്നെ കൊണ്ട് രണ്ടെണ്ണം പൊറുതി മുട്ടിയിരിക്ക. അവരെ ഒന്നിച്ചിരിക്കാനോ കിടക്കാനോ ഞാൻ സമ്മതിക്കുന്നില്ല. ഞാൻ ബഹളം വെച്ചും കരഞ്ഞും രാധികയെ പിടിച്ച് എന്റെ മുറിയിലേക്ക് കൊണ്ടുപോകും. അവൾ അവിടെ കിടക്കട്ടെ. വരുണനോടുള്ള ദേഷ്യം കാണണം മുത്തശ്ശി. ദേഷ്യം വരട്ടടി. അവൻ എന്തുമാത്രം ദേഷ്യം വരുന്നോ അത്രയും നല്ലത്. മിക്കവാറും വരുൺ എന്നെ തല്ലി ഇറക്കുന്നാ തോന്നുന്നു. എടിയ, അവനങ്ങനെ തല്ലിയിറക്കാൻ തോന്നിയാലേ നമ്മള് രക്ഷപ്പെട്ടു.
പിന്നിത് നേരെ പോലീസ് സ്റ്റേഷനിലും കോടതിയിലും ആ ചെന്ന് നിൽക്കുക. പിന്നെ അവനെ മാത്രമല്ല, കണിമംഗലത്ത് നിന്നും ഓരോരുത്തരെയായി നമ്മളെ വിചാരണയ്ക്ക് കൊണ്ടുപോയി നിർത്തും. ഒന്നും അറിയാതെ ഞാൻ ഈ കളിക്ക് ഇറങ്ങി പുറപ്പെടില്ല എന്റെ മോളെ. വക്കീലിനോട് ചോദിച്ചിട്ട് തന്നെയാ ഇതൊക്കെ ചെയ്യുന്നത്. അതുകൊണ്ട് മോൾ അവിടെ തന്നെ നിന്നു. പിന്നെ കൂട്ടത്തിൽ ചെയ്യേണ്ട ഒരു കാര്യം, ചെറിയ ചെറിയ കാര്യങ്ങൾ ഉണ്ടാക്കി രാധികയും വരുണിനെ അകറ്റാൻ നോക്കണം. അതൊന്നും നടക്കില്ല മുത്തശ്ശി. രണ്ടെണ്ണം ഇരുമ്പും കാന്തവും പോലെ ഒട്ടിപ്പിടിച്ചിരിക്കോ. എടി, ഈ ലോകത്തൊരു പെണ്ണ് വിചാരിച്ചാ തകർക്കാൻ പറ്റാത്ത ഒരു ബന്ധവുമില്ല. സാഹചര്യം അനുസരിച്ച് നിക്കണമെന്ന് മാത്രം. രാധികയില് വരുണിന് അതൃപ്തിയുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് കണ്ടുപിടിക്കണം. അതുപോലെ തന്നെ തിരിച്ചും. എന്നിട്ടേ വീണ്ടും വീണ്ടും അവരെ കൊണ്ട് ചെയ്യിക്കണം. ഒരിക്കൽ ഒരു പ്രാവശ്യം അവനൊന്ന് ശബ്ദം ഉയർത്തിയാലുണ്ടല്ലോ, അവിടെ നിന്ന് തുടങ്ങാൻ നമുക്ക്. ഞാൻ നോക്കട്ടെ മുത്തശ്ശി. ആ നാശം പിടിച്ച രണ്ടെണ്ണത്തിന്റെയും പ്രേമം കാണുമ്പോഴേ എനിക്ക് കൈയും കാലും വിറയ്ക്കുക. കണക്കൊക്കെ നമുക്ക് തീർക്കാവടി മോളെ. ഇതിലും സമാധാനങ്ങളുള്ള എത്രയോ കുടുംബങ്ങൾ നിന്ന് കത്തിയിരിക്കുന്നു. അവിടെ പിന്നെ നീ എന്തെങ്കിലും ചെയ്താൽ സഹായിക്കാനായിട്ടേ കൽപ്പനയും ഉർവശിയും ഉണ്ടല്ലോ. നീ ഒന്ന് കൊളുത്തി വിട്ടാ മതി. അതിലെണ്ണ ഒഴിക്കേണ്ട കാര്യം അവര് ചെയ്തോളൂ. ശരി മുത്തശ്ശി.